എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്കും മറ്റും പോകുമ്പോൾ ഇത്തിരി തടിയുള്ളവർ എങ്ങനെയുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിടണം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവർക്ക് വണ്ണം കുറച്ച് കാണിക്കാനായിട്ട് എങ്ങനെയുള്ള ഡ്രസ്സാണ് കറക്റ്റാവുക എന്നുള്ളൊരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വണ്ണം കൂടുതലുള്ളവർക്ക് സാധാരണ അമ്പർല ചുരിദാർ ഉണ്ടല്ലോ, അതായത് അനാർക്കലി ചുരിദാർ എന്നൊക്കെ പറയണത്, അത് ഇടുന്നതാണ് കൂടുതൽ നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഹിപ്പിൻ്റെ അവിടെ നല്ല വണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ അമ്പർല ചുരിദാർ ഇടുന്ന മൂലം ആ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലത്തെ ലെങ്ത്ത് ഉണ്ടല്ലോ, അത് ആ മേലത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് അത് നമ്മളൊരു 14-14.5 ഇഞ്ചെങ്കിലും എടുക്കണം. അപ്പോൾ അതിന് ശേഷം താഴെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കും. അതായത് നമ്മൾ മേലേന്ന് 14-14.5 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് അടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നല്ല ഫ്ലെയർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ ഹിപ്പിൻ്റെ അവിടുത്തെ ആ വണ്ണം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു 5 കിലോനൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ഫീൽ തോന്നും. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ അനാർക്കലി അല്ലെങ്കിൽ അമ്പർല ചുരിദാർ വേറെ രീതിയിലുള്ളതുണ്ട്. അതായത് മേലത്തെ കട്ടിങ് ഉണ്ടല്ലോ, അത് 14-14.5 ഇഞ്ചിലും കുറവുള്ളത്. പക്ഷെ അതിട്ടാലും ഒത്തിരി വണ്ണം തോന്നും. അതൊന്ന് ശ്രദ്ധിക്കണം. അതായത് മേലത്തെ കട്ടിങ് 14 അല്ലെങ്കിൽ 14.5 എടുത്തെങ്കിൽ മാത്രമാണ് ഇത് നല്ല കറക്റ്റായിട്ട് കിടക്കുകയുള്ളൂ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുണി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ്. നമ്മൾ കോട്ടൻ്റെ തുണിയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരി വണ്ണം കൂടുതൽ തോന്നിക്കും. അതിന് പകരമായിട്ട് നമ്മൾ സിൽക്കിൻ്റെ തുണി, അതുപോലെ ഷിഫോൺ അതിൻ്റെയൊക്കെ തുണി എടുത്തിട്ട് തയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നല്ല വണ്ണം കുറവ് തോന്നിക്കും. അതുപോലെ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിലത് ലൈനിങ് ഒക്കെ ഒത്തിരി അധികം വെച്ചിട്ടുണ്ടാവും, അപ്പോൾ ഒത്തിരി പൊങ്ങി നിൽക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കനം കുറഞ്ഞിട്ടുള്ള ലൈനിങ്, അതായത് നേരിലൊന്നും അടിക്കാത്ത നല്ല ലൈനിങ് ഒക്കെ ഉള്ളത് നോക്കിയിട്ടും, അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈനിങ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി വണ്ണം കുറവും നല്ല ഭംഗിയും തോന്നും. അപ്പോൾ അത് ഈ കോട്ടൻ്റെ അല്ലാതെ നല്ല ഷിഫോണിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സിൽക്കിൻ്റെ ഒക്കെ ഡ്രസ്സ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈയാണ്. അതായത് ഹാഫ് സ്ലീവ് കൈനേക്കാൾ എപ്പോഴും ഫുൾ സ്ലീവോ അല്ലെങ്കിൽ 3/4 സ്ലീവോ ആണ് നല്ലത്. അപ്പോൾ ഹാഫ് സ്ലീവ് ആകുമ്പോൾ നമ്മളുടെ മുട്ടിൻ്റെ അവിടുത്തെ വണ്ണവും മറ്റുമൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കും. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതേസമയം 3/4 കൈ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വണ്ണമൊന്നും തോന്നിക്കാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഈ കൈയിൻ്റെ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ കൊച്ചു കഴുത്ത് തയ്ക്കുകയാണ്, നല്ല വൈഡായിട്ടുള്ള കഴുത്ത് തയ്ക്കണം. അതായത് നമ്മൾ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ എടുക്കണ വൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള നല്ല വൈഡായിട്ട് വെട്ടി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല പെർഫെക്റ്റായിട്ട് തോന്നും. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വണ്ണം കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഡ്രസ്സ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതാണ്. അതായത് നമ്മൾ തുണി എടുത്തിട്ട് നമ്മളിവിടെ തയ്ച്ചതാണ്. അപ്പം നമുക്ക് ഇതുമൊക്കെ വെക്കാനുള്ള മറ്റു സാധനങ്ങൾ, കല്ലുകൾ, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തയ്ച്ചതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് നെക്കൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതല്ല കല്ലുകളും പൂവും മറ്റൊക്കെ പിടിപ്പിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ മിറർ വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്ക്കാൻ അറിയുന്നവർക്ക് ഇങ്ങനെ തുണി വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തയ്ക്കാം. അതല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ വാങ്ങിയിട്ട് നമ്മളുടെ ഐഡിയ പ്രകാരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടും എങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സും തയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ലെങ്ത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുക്കാലെങ്കിലും. അല്ലാതെ മുട്ടിന് മേലെയായിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കൂടുതൽ തോന്നിക്കും. മുട്ടിന് കീഴോട്ടായിട്ട് നല്ല ഇറക്കത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറവേ തോന്നിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് അമ്പർല ഇടാൻ താല്പര്യമില്ല, സ്ലിറ്റുള്ള ചുരിദാർ ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ളവർക്കും 1-2 ടിപ്പുകൾ പറഞ്ഞുതരാം. അങ്ങനെ സ്ലിറ്റുള്ള ചുരിദാർ ഇടുന്നവരും നന്നായിട്ട് മുട്ടിന് താഴെ ഇറക്കമുള്ള ചുരിദാർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ സ്ലിറ്റിൻ്റെ ഇറക്കമുണ്ടല്ലോ, അതായത് നമ്മൾ സ്ലിറ്റ് ഇറക്കണ അത് 21 അല്ലെങ്കിൽ 22 ഇഞ്ച് വേണം അതിൻ്റെ ഇറക്കം.
അതിലേട്ടും കുറവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വണ്ണം തോന്നിക്കും. മാത്രമല്ല സ്ലിറ്റിൻ്റെ അവിടെ 2-3 ഇഞ്ച് ലൂസ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒന്നും കൂടെ പറഞ്ഞു തരാം. സ്ലിറ്റിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 21-22 ഇഞ്ച്. പിന്നെ അവിടെ 2-3 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ണം കുറവ് തോന്നാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര വണ്ണമുള്ളവർക്കും ഒരു 5-10 വയസ്സ് അല്ലെങ്കിൽ 5-10 കിലോ വണ്ണം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തുണി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇഴുകി കിടക്കണ തുണി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ മെറ്റീരിയൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, റെഡിമെയ്ഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും, അങ്ങനത്തെ തുണി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വണ്ണം കുറവും മറ്റും തോന്നിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.